ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം, അതിൻ്റെ 20, 21, 22 വാക്യങ്ങൾ. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറിപിടിപ്പീൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവിധ ദോഷവും വിട്ടകലുവിൻ. ദൈവത്തിൻ്റെ വചനങ്ങളെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അതുപോലെ തുച്ഛീകരിക്കാതെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ, അതിനെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയാണെങ്കിൽ നമുക്കൊരു ദോഷവും വരത്തില്ല. എന്നാൽ തുച്ഛീകരിച്ചാൽ അത് ദോഷമാണ് വരുന്നത്. അങ്ങനെ പ്രവചനത്തെ തുച്ഛീകരിച്ച ഒരു മനുഷ്യൻ്റെ ദാരുണ സംഭവം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. 2 രാജാക്കന്മാർ തൻ്റെ 7-ാം അധ്യായത്തിൽ ശമരിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശമരിയയിൽ കൊടിയ ക്ഷാമമാണ്, അതിഭയങ്കര ക്ഷാമമാണ്. അവിടെ ആഹാര സാധനങ്ങളൊന്നും കിട്ടാനില്ല. എന്തെങ്കിലും കിട്ടാനുള്ളത് തന്നെ ഈ ചന്തയിലൊക്കെ വില കൂടിയ വിലയ്ക്കാണ് കിട്ടുന്നത്, അതിഭയങ്കരമായ വില കൂടുതൽ. അങ്ങനെ ജനങ്ങളൊക്കെ പട്ടിണി കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും വലയുന്ന ഒരവസരം. ആ അവസരത്തിൽ അവർ രാജാവിനോട് ചെന്ന് അവരുടെ വിഷമങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ വിഷമങ്ങൾ പറയുമ്പോൾ രാജാവും കൈമലർത്തിയാണ് പറയുകയാണ്, ഞാൻ എവിടെ നിന്നാണ് തരേണ്ടത്? മുന്തിരിച്ചക്കിൽ നിന്നാണോ അതോ കളപ്പുരയിൽ നിന്നാണോ? ഇത് രണ്ടും കാലിയാണ്, അതൊന്നുമില്ല, ഉള്ളതെല്ലാം നിങ്ങൾക്ക് തന്നു, ഇനി ഒന്നുമില്ല എന്ന് പരിഹാരം കാണേണ്ടവൻ കൈമലർത്തുമ്പോൾ ജനങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് വലയുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വിശന്നിട്ട് അവർ പുഴുങ്ങി തിന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ വിഷമകരമായ ഒരു അവസ്ഥയിൽ, അതിദാരുണമായൊരു അവസ്ഥയിൽ അവിടെ എലീശാ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, നാളെ ഈ സമയത്ത് ഈ ക്ഷാമമൊക്കെ പെട്ടെന്ന് മാറും, സൗജന്യ നിരക്കിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടും, സൗജന്യമായിട്ട് ഭക്ഷണങ്ങൾ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ രാജഭൃത്യന് ഇതിനെ പരിഹസിക്കുന്നുണ്ട്. എലീശാ പ്രവാചകൻ സ്വയമായിട്ട് പറയുന്നതില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടാണ് പറയുന്നത്. അപ്പം ഈ രാജഭൃത്യൻ ദൈവത്തിനെയാണ് പരിഹസിക്കുന്നത്. പറയുകയാണ്, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നാൽ പോലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? വല്ലാത്ത ഒരു കളിയാക്കി പറയുന്ന മട്ടിൽ. നമുക്കറിയാം, ഈ ഇങ്ങനെയുള്ള കുറേയേറെ ആൾക്കാർ സമൂഹത്തിൽ, നമ്മുടെ പള്ളിയിലെ കമ്മിറ്റിയിലും പൊതുയോഗത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും കാണാൻ പറ്റും. ഒന്നും അറിയത്തില്ലെങ്കിലും എല്ലാത്തിനെയും കുറിച്ച് കയറി അഭിപ്രായം പറയും. അതായത് തലയിരിക്കുമ്പോൾ വാലാടുക, ഇവരെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ രാജഭൃത്യൻ. രാജഭൃത്യന് ദൈവത്തിൻ്റെ സാധ്യതയെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അപ്പോൾ ഇയാൾ പറയുകയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ എലീശാ പ്രവാചകൻ പറയുന്നൊരു കാര്യമുണ്ട്, നീ കണ്ണാലെ കാണും, പക്ഷേ നിനക്ക് തിന്നാൻ പറ്റുകയില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, 4 കുഷ്ഠരോഗികൾ അവർ പരസ്പരം പറയുകയാണ്, നമ്മളിങ്ങനെ ഒളിച്ചിരുന്നാൽ നമ്മൾ മരിക്കും. കാരണം കുഷ്ഠരോഗികൾ അന്നത്തെ കാലത്ത് ആൾക്കാരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരെ കല്ലെറിഞ്ഞ് ഓടിക്കും, കല്ലെറിഞ്ഞ് കൊല്ലും. അങ്ങനെയുള്ള അവസരത്തിൽ അവർ പറയുകയാണ്, നമ്മൾ ഒളിച്ചിരുന്നാലും പട്ടിണി കൊണ്ട് മരിക്കും, ആൾക്കാരുടെ മുമ്പിൽ പോയാലും കല്ലെറിഞ്ഞ് മരിക്കും. ഇതിനെക്കാട്ടും നല്ല രണ്ടും കൽപ്പിച്ച് ഒരു റിസ്ക് എടുക്കുകയാണ്. അവർ പട്ടണത്തിലൂടെ നടന്ന് അങ്ങ് അയൽരാജ്യമായ അരാമ്യ പാളയത്തിലെത്തുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ അരാമ്യപാളയം മൊത്തം വിജനമായി കാണുകയാണ്. ആൾക്കാരൊന്നുമില്ല, വീടുകളൊക്കെ തുറന്നു കിടക്കുന്നു. അവരുടെ ഭക്ഷണ സാമഗ്രികളും ഭക്ഷണ സാധനങ്ങളും വളർത്തുമൃഗങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആൾക്കാരും അവിടെ ഇല്ല. അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, യഹോവയായ ദൈവം ആ അരാമ്യ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഭീതി ഉണ്ടാക്കി, ഇങ്ങനെ തോന്നലുളവാകുവാണ്. ഇസ്രായേൽ ജനം തങ്ങളോട് യുദ്ധത്തിന് വരുന്നു, അവർ കുതിരക്കുളമ്പടികൾ കേൾക്കുന്നു, രഥത്തിൻ്റെ ആ ഇഴയുന്ന ശബ്ദം കേൾക്കുന്നു, കാലാൽപ്പഴയുടെ ശബ്ദം കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ശബ്ദം കേട്ട് യുദ്ധം വരുന്നു എന്ന് കരുതി അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്രകാരം പറയാൻ പറ്റും, ആ രാജ്യത്തെ ഇൻ്റലിജൻസ് ആൾക്കാരോട് പറഞ്ഞു, ഇതുപോലെ അപ്രതീക്ഷിതമായൊരു യുദ്ധം വരുന്നുണ്ട്, നിങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിക്കൊള്ളുമെന്ന്. അല്ലെങ്കിൽ ഈ ദുരന്ത നിവാരണ സേന ഈ ഭൂകമ്പങ്ങളിലും പ്രളയത്തിലുമൊക്കെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ ആൾക്കാരൊക്കെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയ പോലെ എല്ലാവരും മാറിയിരിക്കുകയാണ്. അവിടെ പാളയം മൊത്തം കാലിയായിട്ട് കിടക്കുന്നു. അവിടെ ഈ 4 കുഷ്ഠരോഗികളും ചെന്ന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ധാരാളം കഴിക്കുന്നു. കുറേയൊക്കെ ശേഖരിച്ച് അവർ വെളിയിലിറങ്ങുമ്പോൾ അവരുടെ സഹോദരങ്ങളെക്കുറിച്ച് അവർ മനസ്സിലെയുവാണ്. സ്വന്തം രാജ്യത്തെ, മാതൃരാജ്യത്തെ, തൻ്റെ ജനങ്ങളോട് അവർക്ക് മനസ്സിലെയാണ്. അവർ പറയണം, അവരും പട്ടിണി കിടക്കുവാണല്ലോ എന്ന്.
അപ്പോൾ അവിടെ ഇന്നലെ വരെ ഓർക്കണം, ഇന്നലെ വരെ അവരെ കല്ലെറിഞ്ഞ് ഓടിച്ച ഒരു ജനതയെക്കുറിച്ച് അവരുടെ മനസ്സിലിരിക്കുകയാണ്. പലപ്പോഴും ഇതാണ് സമൂഹത്തിൽ നമ്മൾ വേണ്ടാന്ന് വെച്ച് തള്ളപ്പെട്ട് മോശമെന്ന് കരുതി മാറ്റപ്പെട്ടവരെ ഒക്കെ നമ്മുടെ സഹായത്തിനെത്തുന്നതായി കാണാം. യേശുമ്പുരാൻ പറഞ്ഞതുപോലെ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്ന അവസ്ഥ. ഇവിടെ ഈ 4 കുഷ്ഠരോഗികളിലൂടെ ആ ശമരിയ പട്ടണത്തിൻ്റെ ക്ഷാമം തീരുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇത് പിന്നെ അവരുടെ രാജധാനിയിൽ ഈ 4 കുഷ്ഠരോഗികളെന്ന് പറഞ്ഞിട്ട് ശമര രാജധാനിയിൽ നിന്നും ആൾക്കാർ പോയി ഈ ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് എല്ലാ ഭക്ഷണ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മൈതാനത്ത് വെച്ച് വിതരണം ചെയ്യാൻ തുടങ്ങിയാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അപ്പം ഇതിൻ്റെ വിതരണത്തിൻ്റെ നേതൃത്വം കൊടുക്കുവാനായിട്ട് ഈ എലീശാ പ്രവാചകനെ ദൈവത്തെ നിരസിച്ച അല്ലെങ്കിൽ തുച്ഛീകരിച്ച ആ ഭൃത്യനെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ആഹാരം കൊടുത്തു തുടങ്ങി നിയന്ത്രിക്കാനാവാത്ത വിധം ജനങ്ങൾ മുന്നോട്ട് ഇടിച്ച് തള്ളുകയാണ്. കാരണം വർഷങ്ങളായിട്ട് പട്ടിണിയാണ്, ഇപ്പോൾ ആഹാരം തീർന്നു പോകുന്നുള്ള രീതിയിൽ ഓരോരുത്തരും മുന്നോട്ട് വന്നപ്പോൾ അവരെ നിയന്ത്രിക്കാനായിട്ട് ചെന്ന ഭൃത്യന് എങ്ങനെയോ താഴെ വീണു കഴിഞ്ഞ് ഒന്നിനു പുറകെ ഒന്നിനായി ജനങ്ങൾ അദ്ദേഹത്തെ ചവിട്ടി മെതിച്ചു, അദ്ദേഹം മരിച്ചുപോയി. ഏറ്റവും അവസാനം അവിടെ പറയുന്നത് അവണ്ണം തന്നെ അവന് സംഭവിച്ചു, പടിവാതിൽക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കളഞ്ഞു, അവൻ മരിച്ചുപോയി. എലീശാ പ്രവാചകൻ പറഞ്ഞതാണ്, നിനക്കിത് കാണാൻ പറ്റും, പക്ഷേ നിനക്കിത് ഭക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രവചനത്തെ തുച്ഛീകരിച്ച ഒരു മനുഷ്യൻ്റെ ദാരുണമായ അന്ത്യമാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വേദ പുസ്തകവചനങ്ങളൊക്കെയും ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. അത് ദൈവവചനമാണ്, അത് ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ ആ സാധ്യതകളെ ചോദ്യം ചെയ്യുന്നത് നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിക്കോ ശക്തിക്കോ യുക്തിക്കോ അതിനെ നമുക്ക് കാണാൻ കഴിയില്ല. അതിനൊക്കെ ദൈവത്തിൻ്റെ ചിന്തയും പ്രവർത്തനമൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിക്കും ശക്തിക്കും ഒക്കെ എത്രയോ മേലെയാണ്. അതിനെ നമുക്ക് അളക്കുവാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് ഈ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അതിനെ ചെറുതായിട്ട് കാണുകയോ തുച്ഛീകരിക്കുകയോ ചെയ്യാതെ ഈ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാം ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.